പോയി കഴിഞ്ഞപ്പോൾ നിർത്താനും നിർത്തിക്കഴിഞ്ഞപ്പോൾ പോകാനും തോന്നുന്ന ഒരേ ഒരിടം അത് നമ്മുടെ വിദ്യാലയത്തിൽ തന്നെയാണ് അല്ലേ? ഇന്ന് ലക്ഷദ്വീപിൽ അമിനി ദ്വീപിലുള്ള 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നമ്മുടെ അൽമുനിസായുടെ സ്കൂളായ PM ശ്രീ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ ലൈഫാണ് ഇത്. അധ്യാപകരും കുട്ടികളും ഒന്നിച്ചുള്ള ഒരു ജീവിതം. ആദ്യം നമ്മുടെ മാതാപിതാക്കളോടാണ് പറയാനുള്ളത്. മക്കൾക്ക് ജോലിയുള്ള ഒരാളെ അന്വേഷിക്കുന്നതിന് പകരം അവളെ നല്ല ജോലിയുള്ള ഒരുത്തിയാക്കുക എന്നതാണ് അവളുടെ നല്ല നാളേക്കായി മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അവരുടെ ഈ കലാലയ ജീവിതം അവർ ആസ്വദിക്കട്ടെ. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കൈകോർത്ത് പിടിച്ച് അവർ നടക്കട്ടെ. ചിരിയുടെ മറവിലെ കണ്ണുനീരും സന്തോഷത്തിന്റെ മറവിലെ സങ്കടവും പിണക്കത്തിന് പിന്നാലെയുള്ള ഇണക്കവും ദേഷ്യത്തിന് പിന്നാലെയുള്ള സ്നേഹവും അറിയുന്നതാണ് ഒരു യഥാർത്ഥ സൗഹൃദം. നമ്മൾ പറയാതെ നമ്മളെ മനസ്സിലാക്കുന്ന സൗഹൃദം. എല്ലാ സമ്പത്തിലും വെച്ച് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ സ്കൂൾ സൗഹൃദം. ഓരോ സ്കൂൾ വരാന്തകൾക്കും ഉണ്ടാവും ഒരുപാട് കഥ പറയാൻ. ഇണങ്ങിയും പിണങ്ങിയും തല്ലുകൂടി നടന്ന സൗഹൃദങ്ങളെപ്പറ്റി, തുറന്നു പറഞ്ഞതും പറയാത്തതും ഉള്ളിൽ ഒതുക്കിയതുമായ പ്രണയങ്ങളെപ്പറ്റി, എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ചെയ്തു കൂട്ടിയ കുറെ വികൃതികളെപ്പറ്റി, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ആയിരം കഥകളുണ്ട്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഓർമ്മയിൽ ഇന്നും ഒളിമങ്ങാതെ ഇരിപ്പുണ്ട്. വീണ്ടും ഒന്ന് കണ്ടുമുട്ടിയാൽ കാല് തൊട്ട് വന്ദിക്കാൻ ആഗ്രഹിക്കുന്ന ചില ഗുരുമുഖങ്ങൾ അല്ലേ? പഠിപ്പിക്കുന്ന രീതിയും പകർന്നു തരുന്ന സ്നേഹവും പ്രതീക്ഷ നൽകിയുള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ ഒരിക്കലും മറക്കാത്ത നല്ല അധ്യാപകരായി നിലനിൽക്കുന്നത്. ജീവിതത്തിൽ അധ്യാപകർക്കുള്ള പങ്ക് വളരെ വലുതാണ്. നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതാണ് അധ്യാപകർ. പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, കുട്ടികൾക്ക് ശരിയായ ഒരു ജീവിതം വളർത്തിയെടുക്കുന്നതിലും നല്ലൊരു പങ്ക് അധ്യാപകർക്കുണ്ട്. ഒരുപാട് തല്ലിയും ചീത്ത പറഞ്ഞും ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അറിവിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് പകർന്നു നൽകി എന്നെ ഞാനാക്കിയ എൻ്റെ അമിനി ദ്വീപിലുള്ള PM ശ്രീ ഗവൺമെൻറ് സീനിയർ ബേസിക് സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും എൻ്റെ 1000 നന്ദി.